സങ്കീർത്തനങ്ങൾ 27:10 എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവരെ പോലെ ആശ്രയിക്കുവാൻ ആരുമില്ലാതെ ദൈവത്തോട് സങ്കടം പറയുകയും ദൈവം പോലും എന്നെ മറന്നുകളഞ്ഞു എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ക്രിസ്തുയേശുവിൽ വാത്സല്യ സഹോദരങ്ങളെ, യെശയ്യാവ് 49:14 യഹോവ എന്നെ ഉപേക്ഷിച്ചു, കർത്താവ് എന്നെ മറന്നുകളഞ്ഞു എന്ന് പറയുന്ന തന്റെ ജനത്തോട് 15-16 വാക്യങ്ങളിൽ ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നുകളഞ്ഞാലും ഞാൻ നിന്നെ മറക്കയില്ല, ഇതാ ഞാൻ നിന്നെ എന്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞിട്ടുള്ള വാക്കുകൾ നിങ്ങളോടുമുള്ള യഹോവയുടെ അരുളപ്പാടാകുന്നു എന്ന് വിശ്വസിക്കുക. ഉൽപ്പത്തി 40:23 പാനപാത്രവാഹകന്മാരുടെ പ്രമാണി യോസെഫിനെ ഓർക്കാതെ മറന്നുകളഞ്ഞെങ്കിലും ദൈവം യോസെഫിനു വേണ്ടി പ്രവർത്തിച്ചതുപോലെയും ഇയ്യോബ് 19:13 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ അവർ എന്റെ സഹോദരന്മാരെ എന്നോട് അകറ്റിക്കളഞ്ഞു, എന്റെ പരിചയക്കാർ എനിക്ക് അന്യരായി തീർന്നു, എന്റെ ബന്ധുജനം ഒഴിഞ്ഞുമാറി, എന്റെ ഉറ്റ സ്നേഹിതന്മാർ എന്നെ മറന്നുകളഞ്ഞു, എന്റെ ശ്വാസം എന്റെ ഭാര്യയ്ക്ക് അസഹ്യവും എന്റെ യാചന എന്റെ കൂടപ്പിറന്നവർക്ക് അറപ്പുമായിരിക്കുന്നു, പിള്ളാരും എന്നെ നിരസിക്കുന്നു, എന്റെ പ്രാണസ്നേഹിതന്മാർ ഒക്കെയും എന്നെ വെറുക്കുന്നു, എനിക്ക് പ്രിയരായവർ വിരോധികളായി തീർന്നു എന്നിങ്ങനെ ഇയ്യോബിന് പറയേണ്ടി വന്നെങ്കിലും 42:12 യഹോവ ഇയ്യോബിന്റെ പിൻകാലത്തെ അവന്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചതുപോലെ, പ്രിയ സഹോദരങ്ങളെ, ദൈവം നിശ്ചയമായും നിങ്ങളെയും അനുഗ്രഹിച്ച് മാനിക്കും. നമ്മളുടെ കർത്താവായ യേശുക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്ന നല്ല കർത്താവായി നമുക്കുള്ളതിനാൽ നിങ്ങൾ ധൈര്യമായിരിക്കുക. മനുഷ്യർക്ക് അസാധ്യമായത് നമ്മുടെ ദൈവത്തിനു സാധ്യമാകയാൽ ദൈവം നിങ്ങൾക്കു വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. കർത്താവ് അതിന് കൃപ ചെയ്തു തരുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.